ഹായ് ഹലോ നമസ്കാരം. PSC ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും കാണുകയാണ്. സംഭവബഹുലമായ ഒരാഴ്ച, ഒരുപാട് വാർത്തകൾ, വാർത്താവിശേഷങ്ങൾ എല്ലാം നമുക്ക് പ്രധാനപ്പെട്ടതാണോ? അല്ല. പക്ഷെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു പിടി വാർത്തകളുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 10 വാർത്തകളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ എത്തുന്നത്. പതിവ് പോലെ വെറുതെ വാർത്തകളിലൂടെ കണ്ണോടിക്കുകയല്ല, ഓരോ വാർത്തയും വിശാലമായി വിശകലനം ചെയ്യുകയാണ് നമ്മൾ ഈ ഒരു വീക്കിലി കറണ്ട് അഫയേഴ്സ് സീരീസിലൂടെ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ നമ്മുടെ വാർത്തകളിലോട്ട്, വാർത്താവിശേഷങ്ങളിലോട്ട് കടക്കാം. ഡിസംബർ 1 മുതൽ 6 വരെയുള്ള 2024 അവസാന മാസത്തെ ഡിസംബർ 1 മുതൽ 6 വരെ ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട 10 വാർത്തകൾ. അതിലെ ഏറ്റവും ആദ്യത്തെ വാർത്ത എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഗുരുവിനെ പറ്റിയുള്ളതാണ്. ശ്രീനാരായണ ഗുരുവിനെ പറ്റിയുള്ള ഒരു വാർത്ത. ശ്രീനാരായണ ഗുരു ആലുവയിലെ അദ്വൈത ആശ്രമത്തിൽ സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദിയുടെ ഭാഗമായി ശിവഗിരി മഠം സർവമത സമ്മേളനം നടത്തുന്നത് എവിടെ വെച്ച്? കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിലൂടെ കടന്നുപോയവർ ഉറപ്പായിട്ടും കണ്ട ഒരു വാർത്തയായിരിക്കാം ഇത്. ശ്രീനാരായണ ഗുരുവിന്റെ സർവമത സമ്മേളനത്തിന്റെ 100 വർഷങ്ങൾ കഴിഞ്ഞതിന്റെ ഭാഗമായിട്ട് അത് ആഘോഷിക്കുവാനും അതിന്റെ സ്മരണ പുതുക്കുവാനും വേണ്ടി ശിവഗിരി മഠം സർവമത സമ്മേളനം നടത്തുകയാണ്. എവിടെ വെച്ചായിരുന്നു? വത്തിക്കാനിൽ വെച്ചായിരുന്നു സർവമത സമ്മേളനം നടത്തിയത്. ഓൾ റിലീജിയസ് കോൺഫറൻസ് ആയിരുന്നു വത്തിക്കാനിൽ വെച്ച് ശിവഗിരി മഠം നടത്തിയത്. എന്തിൻ്റെ സ്മരണാർത്ഥം? നമ്മുടെ നവോത്ഥാന നായകനായിട്ടുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ, അദ്ദേഹം ആലുവ അദ്വൈത ആശ്രമത്തിൽ സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ശിവഗിരി മഠം സർവമത സമ്മേളനം 2024 ഡിസംബറിൽ വത്തിക്കാനിൽ വെച്ച് നടത്തിയത് എന്നുള്ള കാര്യം ഓർക്കുക. ഇന്ത്യയിലെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പല പ്രമുഖരായിട്ടുള്ള വ്യക്തികളും ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി ചെന്നിരുന്നു. അതോടൊപ്പം തന്നെ പല ലോകരാഷ്ട്രങ്ങളിൽ നിന്നുള്ള പല മത പ്രതിനിധികളും ഈ ഒരു സർവമത സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കുക. അപ്പോൾ നമുക്കിതിനെ പറ്റിയുള്ള കുറച്ച് വിശദാംശങ്ങൾ ഒന്ന് നോക്കാം. നമുക്കറിയാം, നമ്മൾ കേരള ഹിസ്റ്ററി പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് നമ്മുടെ നവോത്ഥാന നായകർ എന്നുള്ളൊരു ഏരിയ. അതിൽ തന്നെ ഏറ്റവും അധികം പ്രധാനപ്പെട്ട ഒരു റോൾ വഹിക്കുന്ന വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു ഏടുകളിൽ ഒന്നാണ് അദ്ദേഹം ആലുവയിലെ അദ്വൈത ആശ്രമത്തിൽ സംഘടിപ്പിച്ച സർവമത സമ്മേളനം. അത് ഏതു വർഷമായിരുന്നു? 100 വർഷങ്ങൾക്ക് മുൻപ് 1924 അദ്ദേഹം സർവമത സമ്മേളനം ആലുവയിൽ വെച്ച് അദ്വൈത ആശ്രമത്തിൽ വെച്ച് നടത്തിയത് എന്നുള്ള കാര്യം ഓർക്കുക. 1924 2024 ആകുമ്പോഴത്തേക്കും 100 വർഷം. ഈ 100 വർഷത്തിൻ്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടിയാണ്, ആ ഒരു സർവമത സമ്മേളനത്തിൻ്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടിയാണ് ഇന്ന് ശിവഗിരി മഠത്തിൻ്റെ ലീഡർഷിപ്പിൽ വത്തിക്കാനിൽ വെച്ച് ഈ ഒരു സർവമത സമ്മേളനം നടത്തിയത് എന്നുള്ള കാര്യം ഓർക്കുക. ഈ സമ്മേളനത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ഉണ്ട്. ഈ സമ്മേളനത്തിലെ പ്രധാന സന്ദേശമായി ഞാൻ പറയുന്നത് 1924 ഗുരു നടത്തിയ സർവമത സമ്മേളനത്തിൻ്റെ പ്രധാന സന്ദേശമായി വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് ഈ ഒരു സമ്മേളനം എന്ന് എഴുതി വെക്കണമെന്ന് സർവമത സമ്മേളന വേദിയിൽ വെച്ച് ഗുരു അറിയിക്കുകയുണ്ടായി. ആ ഒരു കൊട്ടേഷൻ ഓർക്കുക. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് ഈ ഒരു സമ്മേളനം. വാദിക്കാനും ജയിക്കുവാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ്. ഇതാണ് അദ്വൈത ആശ്രമത്തിലെ ഈ ഒരു സർവമത സമ്മേളനത്തിൻ്റെ സന്ദേശമായിട്ട് അദ്വൈത ആശ്രമ കവാടത്തിൽ എഴുതി വച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ഗുരു ആരെയാണ് ഇത് എഴുതാൻ ഏൽപ്പിച്ചത്? സർവമത സമ്മേളനത്തിൻ്റെ മുഖ്യ സംഘാടകനും വത്സല ശിഷ്യനുമായ സ്വാമി സത്യവത്രനോടാണ് അദ്ദേഹം ഇത് എഴുതാൻ ആവശ്യപ്പെട്ടത്. ഇത് ആരാണ് എഴുതിയത്? അത് നവോത്ഥാന നായകനായിട്ടുള്ള സഹോദരൻ അയ്യപ്പനാണ് ഇത് എഴുതിയതെന്നുള്ള കാര്യം കൂടി ഓർക്കുക. സഹോദരൻ അയ്യപ്പനാണ് ഇത് എഴുതിയത്. എന്താണ് ആ സന്ദേശം? വാദിക്കാനും ജയിക്കുവാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ്. എത്ര മനോഹരമായ ഒരു കൊട്ടേഷനാണല്ലേ. ആലുവയിലെ അദ്വൈത ആശ്രമത്തിലെ സർവമത സമ്മേളന വേദിയിൽ അദ്ദേഹം എഴുതി വെച്ചൊരു കൊട്ടേഷനാണ്. ആര്? ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം സഹോദരൻ അയ്യപ്പൻ എഴുതി വെച്ച കൊട്ടേഷനാണ്. വാദിക്കാനും ജയിക്കുവാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ്. ഓക്കെ, ഗുരു രചിച്ച ദേവദശകം ഇറ്റാലിയൻ ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്ത കവിത ഈ ഒരു സർവമത സമ്മേളന വേദിയിൽ വെച്ച് ആലപിച്ചു എന്നുള്ള കാര്യം കൂടി ഓർക്കുക. 2017
ഗുരുവിൻ്റെ ദേവദശകം എന്ന് പറയുന്ന കവിത 100 വിദേശ ഭാഷകളിലോട്ട് മൊഴിമാറ്റം ചെയ്യണം എന്നൊരു തീരുമാനമെടുത്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇറ്റാലിയൻ ഉൾപ്പെടെയുള്ള വിദേശ ഭാഷകളിലോട്ട് ഇതിൻ്റെ ട്രാൻസ്ലേഷൻ നടത്തിയത്. ഈ ഒരു കവിതയാണ് നമ്മുടെ ഈ ഒരു സർവ്വമത സമ്മേളനത്തിൻ്റെ വേദിയിൽ വെച്ച് ആലപിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഇതൊക്കെയാണ് ഈ ഒരു സർവ്വമത സമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട വാർത്തകൾ. സോ എവിടായിരുന്നു വേദി? വത്തിക്കാനായിരുന്നു. മാർപ്പാപ്പ ഉൾപ്പെടെയുള്ള ലോകത്തിലെ പല മത നേതാക്കളും ഈ ഒരു സർവ്വമത സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ആരാണ് സംഘടിപ്പിച്ചത്? ശിവഗിരി മഠമാണ് സംഘടിപ്പിച്ചത്. എന്തിൻ്റെ സ്മരണാർത്ഥമാണ്? ശ്രീനാരായണ ഗുരു 1924 ആലുവയിലെ അദ്വൈത ആശ്രമത്തിൽ നടത്തിയ സർവ്വമത സമ്മേളനത്തിൻ്റെ സ്മരണാർത്ഥമായിരുന്നു ഇങ്ങനെയൊരു സർവ്വമത സമ്മേളനം ഈ വർഷം സംഘടിപ്പിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. നമുക്കിനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്തയിലോട്ട് കിടക്കാം. 2024 ലോക എയ്ഡ്സ് ദിനത്തിൻ്റെ പ്രമേയം എന്താണെന്നാണ് ചോദ്യം. 2024 ലോക എയ്ഡ്സ് ദിനത്തിൻ്റെ പ്രമേയം നമുക്കറിയാം. ഡിസംബർ 1 വേൾഡ് എയ്ഡ്സ് ഡേ. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം. എയ്ഡ്സ് രോഗബാധിതർക്കുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനും ആ രോഗത്തെ പറ്റിയുള്ള ബോധവൽക്കരണം നടത്തുന്നതിനും വേണ്ടിയാണ് പ്രത്യേകമാം വിധം ഡിസംബർ 1 വേൾഡ് എയ്ഡ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. സോ എന്തായിരുന്നു ഈ വർഷത്തെ എയ്ഡ്സ് ഡേയുടെ പ്രമേയം? ടേക്ക് ദ റൈറ്റ്സ് പാത്ത്, മൈ ഹെൽത്ത് മൈ റൈറ്റ്. അവകാശങ്ങളുടെ പാത തിരഞ്ഞെടുക്കുക. ടേക്ക് ദ റൈറ്റ്സ് പാത്ത്, റൈറ്റ് എന്നല്ല റൈറ്റ്സ് ആണെന്നുള്ള കാര്യം ഓർക്കുക. അവകാശങ്ങളുടെ പാത തിരഞ്ഞെടുക്കുക. മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നുള്ളതാണ് ഇത്തവണത്തെ ലോക എയ്ഡ്സ് ദിനത്തിൻ്റെ പ്രമേയം. ടേക്ക് ദ റൈറ്റ്സ് പാത്ത്. നമുക്കറിയാം, ഇപ്പോൾ എക്സാമുകളിൽ നിരന്തരം ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഡേറ്റ്സും തീംസും. അതുകൊണ്ട് പ്രത്യേകമായ വിധം നോട്ട് ചെയ്ത് വെക്കുക. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം. ഈ ദിനത്തിൽ ഈ വർഷത്തെ പ്രമേയമാണ് ടേക്ക് ദ റൈറ്റ്സ് പാത്ത്, അവകാശങ്ങളുടെ പാത തിരഞ്ഞെടുക്കുക. മൈ ഹെൽത്ത് മൈ റൈറ്റ്, എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. ഇതാണ് ഇത്തവണത്തെ ലോക എയ്ഡ്സ് ദിനത്തിൻ്റെ പ്രമേയം. നമുക്കിനി ഈ ഒരു എയ്ഡ്സ് ദിനത്തെ പറ്റിയുള്ള വാർത്ത ഒന്നും കൂടി ഒന്ന് വിശദമായിട്ട് നോക്കാം. ലോകമെമ്പാടും 1988 മുതലാണ് എയ്ഡ്സ് ഡേ ആചരിക്കുവാൻ, ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമായിട്ട് ആചരിക്കുവാൻ ആരംഭിച്ചത്. സോ എന്ന് മുതലാണ്? 1988 മുതലാണ് ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമായിട്ട് ആചരിക്കുവാൻ ആരംഭിച്ചതെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഐക്യരാഷ്ട്ര സംഘടനയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, ഈ ലക്ഷ്യങ്ങളുടെ ഭാഗമായിട്ട് 2030 കൂടി പുതിയ HIV അണുബാധ ഇല്ലാതാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. നമുക്കറിയാം 2030 കൂടി നേടിയെടുക്കുവാനായിട്ട് ഒരു 17 ലക്ഷ്യങ്ങൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആയിട്ട്, സുസ്ഥിര വികസന ലക്ഷ്യങ്ങളായിട്ട് നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടന തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലെ വളരെ പ്രധാനപ്പെട്ട സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ നമ്പർ 3 ആണ് ഹെൽത്തിനെ പറ്റി പറയുന്നത്. ഹെൽത്തിനെ പറ്റി പറയുന്ന, ആരോഗ്യത്തെ പറ്റി, ആരോഗ്യ സംരക്ഷണത്തെ പറ്റി പറയുന്ന സുസ്ഥിര വികസന ലക്ഷ്യമാണ് നമ്പർ 3, SDG നമ്പർ 3. അതിൽ തന്നെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം, SDG 3 തന്നെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ലക്ഷ്യമാണ് എയ്ഡ്സ് വിമുക്തമായിട്ടുള്ള, പുതിയ HIV രോഗബാധിതർ ഇല്ലാത്ത ഒരു ലോകത്തേക്ക് 2030 കൂടി നമ്മൾ എത്തിച്ചേരണമെന്നുള്ളതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് മൂന്നാമത്തെ ലക്ഷ്യത്തിലെ മൂന്നാമത്തെ പോയിന്റ്. സോ അതുകൊണ്ട് തന്നെ SDG 3 ക്ലോസ് 3 അത് പ്രകാരമാണ് ഈ ഒരു 2030 കൂടി പുതിയ HIV അണുബാധ ഇല്ലാത്ത ഒരു ലോകം എന്നുള്ള ലക്ഷ്യം നമ്മൾ മുന്നിൽ കാണുന്നത്. ഈ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഗവൺമെന്റുകൾ, ലോകരാഷ്ട്രങ്ങൾ പരിശ്രമിക്കുന്നത്. ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി 1:0 എന്നൊരു ക്യാമ്പയിൻ കേരളത്തിൽ നമ്മൾ നടപ്പാക്കുന്നുണ്ട്. 1:0 നമ്മൾ നേരത്തെ തന്നെ നടപ്പിലാക്കിയ ഒരു ക്യാമ്പയിനാണിത്. സോ 1:0 എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനെ പറ്റി നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുകയാണെങ്കിൽ ഓർത്തു വെക്കുക. അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അത് എയ്ഡ്സ് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ശ്രദ്ധിക്കാം. സോ 1:0 എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിലോ മറ്റെവിടെയോ കാണുകയാണെങ്കിൽ ഓർത്തു വെക്കുക. ആ ഒരു ക്യാമ്പയിൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? എയ്ഡ്സ് രോഗം അല്ലെങ്കിൽ HIV അണുബാധ ഇല്ലാതാക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കേരള ഗവൺമെൻറ് മുന്നോട്ട് വെച്ചൊരു പ്രചാരണ പരിപാടി, ക്യാമ്പയിൻ ആണെന്ന് ഓർക്കുക. 1:0 ഒന്ന് ചേർന്ന് നമ്മൾ ഒത്തുപിടിച്ച് ആ ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നു. അതാണ് ഈ ഒരു ക്യാമ്പയിൻ്റെ ഉദ്ദേശം എന്നുള്ള കാര്യം കൂടി ഓർക്കുക. നമുക്ക് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റും കൂടെ നോക്കാം. 2025 കൂടി 95:95:95 എന്ന ലക്ഷ്യം
കൈവരിക്കാനാണ് കേരളം പ്രയത്നിക്കുന്നത്. ഇതും എയ്ഡ്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. 1-0 എന്നുള്ളത് നമ്മുടെ ഒരു ക്യാമ്പയിനാണ്, പ്രചാരണ പരിപാടിയാണ്. 95:95:95 എന്നുള്ളത് നമ്മുടെ മറ്റൊരു ലക്ഷ്യം കൂടിയാണ്. എന്തിനു വേണ്ടി? എയ്ഡ്സ് ഇല്ലാതാക്കുന്ന, HIV അണുബാധ ഇല്ലാതാകുന്ന ഒരു നല്ല നാളേക്ക് വേണ്ടിയുള്ള 2025 കൂടി അങ്ങനെ ഒരു ദിവസം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് നമ്മൾ 95:95:95 എന്നൊരു പ്രോഗ്രാമുമായിട്ട് കേരള ഗവൺമെന്റ് മുന്നോട്ട് വന്നത്. ഇനി എന്താണ് ഈ ഒരു 95:95:95 കൊണ്ടുവന്ന ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യത്തെ 95 എന്നത് HIV ബാധിതരായവരിൽ 95% ആളുകളും അവരുടെ HIV രോഗബാധ തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യത്തെ 95 ഉൾപ്പെടുന്നത്. HIV ബാധിതരായിട്ടുള്ള 95% ആളുകളും അവരുടെ രോഗാവസ്ഥ തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യത്തെ 95 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ 95 എന്നുള്ളത് HIV ബാധിതരായി കണ്ടെത്തിയവരിൽ 95% ART ചികിത്സയ്ക്ക് വിധേയരാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ 95 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആദ്യം കണ്ടുപിടിച്ച 95 പേരിൽ 95% രോഗബാധിതരിൽ 95% ആളുകളെയും ART ചികിത്സയ്ക്ക് വിധേയരാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ 95 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നാമത്തെ 95, ഇവരിലെ 95% ആളുകളിലും വൈറസ് നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ 95 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ART ടെസ്റ്റ് നടത്തിയിട്ടുള്ള 95% ആളുകളിൽ ഇവരിൽ 95% ആളുകളുടെയും അസുഖം ഇല്ലാതാക്കുക അല്ലെങ്കിൽ വൈറസ് നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ 95 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആദ്യത്തെ 95 എന്ന് പറയുന്നത് HIV പോസിറ്റീവായ ആളുകൾ അവരുടെ രോഗാവസ്ഥ തിരിച്ചറിയുന്നത്. രണ്ടാമത്തെ 95 ഈ രോഗാവസ്ഥ തിരിച്ചറിഞ്ഞവരിൽ 95% ആളുകൾ ടെസ്റ്റിന് വിധേയരാകുന്നത്. ആൻഡ് മൂന്നാമത്തെ 95 എന്ന് പറയുന്നത് ഇങ്ങനെ ടെസ്റ്റിന് വിധേയരായവരിൽ 95% ആളുകളുടെയും വൈറസ് നിയന്ത്രണം അവരുടെ രോഗാവസ്ഥ നിയന്ത്രണ വിധേയമാക്കുന്നതാണ് മൂന്നാമത്തെ 95 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ 95:95:95 ഈ ഒരു ക്യാമ്പയിനും എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? എയ്ഡ്സ് രോഗത്തെ കൺട്രോൾ ചെയ്യുന്ന ഗവൺമെന്റിന്റെ ആ ഒരു സ്കീമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കുക. സോ നമുക്കിനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് നോക്കാം. ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഈ വർഷത്തെ വാക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന ബ്രെയിൻ റോട്ടിന്റെ അർത്ഥം എന്താണ്? സോ എല്ലാ കൊല്ലവും ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഉൾപ്പെടെയുള്ള പ്രമുഖരായിട്ടുള്ള സ്ഥാപനങ്ങൾ വേർഡ് ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞ ഈ വർഷത്തെ വാക്ക് എന്താന്ന് പറഞ്ഞൊരു തെരഞ്ഞെടുപ്പ് നടത്താറുണ്ട്. സോ അത് പ്രകാരം 2024 വാക്കായി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തിരിക്കുന്ന വാക്ക് എന്താണ്? അത് ബ്രെയിൻ റോട്ട് ആണ്. ബ്രെയിൻ റോട്ട്. ഇനി എന്താണ് ഈ ബ്രെയിൻ റോട്ട് എന്ന് പറയുന്ന ഈ വർഷത്തെ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ വാക്കിന്റെ അർത്ഥം എന്ന് നമുക്ക് നോക്കാം. നിലവാരം കുറഞ്ഞ ഉള്ളടക്കം സ്ഥിരമായി വായിക്കുകയോ കാണുകയോ ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തിയുടെ മാനസിക ഭൗതിക നിലവാരത്തിൽ ഉണ്ടാകുന്ന തകർച്ചയാണ് ബ്രെയിൻ റോട്ട് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിലവാരം കുറഞ്ഞ കണ്ടന്റുകൾ, ഉള്ളടക്കം സ്ഥിരമായിട്ട് വായിക്കുന്നതിലൂടെയോ കാണുന്നതിലൂടെയോ ഒരു വ്യക്തിയുടെ ഭൗതിക നിലവാരത്തിനുണ്ടാകുന്ന തകർച്ചയ്ക്കാണ് നമ്മൾ ബ്രെയിൻ റോട്ട് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഈ വർഷത്തെ പ്രധാനപ്പെട്ട വാക്കായിട്ട് ഇത് തിരഞ്ഞെടുത്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം സോഷ്യൽ മീഡിയയുടെ കാലമാണ്. നമ്മളൊക്കെ പതിവായിട്ട് റീൽസ് ഒക്കെ തന്നെ സ്ക്രോൾ ചെയ്തു പോകുന്നവരാണ്. അങ്ങനെ നമ്മൾ ഒരുപാട് കണ്ടന്റുകൾ നമ്മുടെ സോഷ്യൽ മീഡിയ വെബ്സൈറ്റുകളിലൂടെയൊക്കെ തന്നെ നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് നമ്മുടെ അടുത്തേക്ക് എത്തിച്ചേരുമ്പോൾ നമ്മൾ നമ്മുടെ ഒരുപാട് സമയം ആ ഒരു റീൽസ് കാണുവാനും പോസ്റ്റുകൾ കാണുവാനും ഒക്കെ തന്നെയായിട്ട് വിനിയോഗിക്കുന്നുണ്ട്. ഇത്തരം കണ്ടന്റുകൾ അതിൽ ഗുണമുള്ളതുകൊണ്ട് നമുക്ക് അത്രയും ഗുണമില്ലാത്തതുമായിട്ടുള്ള കണ്ടന്റ് ഉണ്ട്. സോ സ്ഥിരമായിട്ട് ഇത്തരം റീൽസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ ഭൗതിക വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ഭൗതിക നിലവാരത്തിന് തകർച്ച ഉണ്ടാക്കുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് ബ്രെയിൻ റോട്ട് എന്നുള്ളത് ഓർക്കുക. സോ ഇങ്ങനൊരു വാക്ക് കാണുമ്പോൾ അത് സോഷ്യൽ മീഡിയ കണ്ടന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു അർത്ഥം കിട്ടും. ഇതുവരെ നമുക്ക് അത്രയും ഫെമിലിയർ അല്ലാത്തൊരു വാക്കായതുകൊണ്ട് തന്നെ ഒരു പക്ഷേ PSCക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറിയുടെ 2024 വാക്കായി വേർഡായി തിരഞ്ഞെടുക്കപ്പെട്ട വാക്കാണ് ബ്രെയിൻ റോട്ട്. അതിൻ്റെ അർത്ഥം എന്താണ്?
നിലവാരം കുറഞ്ഞ കണ്ടന്റ് സ്ഥിരമായി വായിക്കുകയോ കാണുകയോ ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ബൗദ്ധിക നിലവാരത്തിനുണ്ടാകുന്ന തകർച്ചയാണ് ബ്രെയിൻ റോട്ട് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. ഇനി ഓക്സ്ഫോർഡ് ഡിക്ഷണറി കണ്ടതുകൊണ്ട് തന്നെ നമുക്ക് കേംബ്രിഡ്ജ് ഡിക്ഷണറിയുടെ കാര്യം കൂടെ നോക്കാം. കേംബ്രിഡ്ജ് ഡിക്ഷണറിയുടെ ഈ വർഷത്തെ വാക്കായി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്താണ്? മാനിഫെസ്റ്റ് ആണ്. സോ കേംബ്രിഡ്ജ് ഡിക്ഷണറിയുടെ ഈ വർഷത്തെ വാക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വാക്കാണ് മാനിഫെസ്റ്റ്. എന്താണ് മാനിഫെസ്റ്റ്? നമ്മളോട് പലരും പറയാറുണ്ടല്ലേ, മാനിഫെസ്റ്റ് ചെയ്യുക. ഒരു കാര്യം ആഗ്രഹിച്ചിട്ട് അതിനെപ്പറ്റി അതിങ്ങനെ കിട്ടുന്നതായിട്ട്. ഇപ്പോൾ ഒരു ഗവൺമെൻറ് ജോലി, സെക്രട്ടറി അസിസ്റ്റന്റ് ജോലി നേടിയെടുക്കുക. നാളെ നമ്മൾ ആ സെക്രട്ടേറിയറ്റിലോട് കടന്നു ചെല്ലുക, ആ ഒരു കസേരയിൽ ആ ഒരു സ്വപ്ന ജോലിയിൽ ഇരിക്കുക. നമ്മൾ ഓരോരോ ഫയലുകൾ വായിക്കുന്നതായിട്ട്, പാവപ്പെട്ടവരുടെ അല്ലെങ്കിൽ നമ്മളെ തേടി വരുന്ന ഓരോ ഫയലിലും ഓരോ അപേക്ഷകന്റെയും ആഗ്രഹങ്ങളും ആസ്പിറേഷൻസും ഒക്കെ തന്നെയുണ്ട്. അത് നമ്മളിങ്ങനെ നമ്മുടെ പേനകളിലൂടെ, നമ്മുടെ ഒരു ഒപ്പിലൂടെയൊക്കെ തന്നെ അവരുടെ ആഗ്രഹങ്ങളും ആസ്പിറേഷൻസും ഒക്കെ തന്നെ നമ്മൾ നേടിക്കൊടുക്കുക. അങ്ങനെയുള്ള ഒരു മാനിഫെസ്റ്റേഷൻ നമ്മളൊക്കെ തന്നെ നടത്താറുണ്ടല്ലേ. സോ അങ്ങനെ നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെപ്പറ്റി നമ്മളിങ്ങനെ ആലോചിച്ച് കൂട്ടുന്നത്, അതാണ് ഈ മാനിഫെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ കേംബ്രിഡ്ജ് ഡിക്ഷണറിയുടെ ഈ വർഷത്തെ പ്രധാനപ്പെട്ട വാക്ക് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് മാനിഫെസ്റ്റ് ആണ്. ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ വാക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ബ്രെയിൻ റോട്ട് ആണെന്നുള്ള കാര്യം കൂടി ഓർക്കുക. നമുക്കിനി അടുത്ത പ്രധാനപ്പെട്ട വാർത്ത നോക്കാം. അടുത്തിടെ കേന്ദ്ര വനപരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദർ യാദവ് ഇന്ത്യയുടെ 57ാമത് കടുവാ സങ്കേതമായി പ്രഖ്യാപിച്ച കടുവാ സങ്കേതം രഥാപനിയാണ്. അത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. അടുത്തിടെ കേന്ദ്ര വനപരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദർ യാദവ് ഇന്ത്യയുടെ 57ാമത് കടുവാ സങ്കേതമായി പ്രഖ്യാപിച്ച രഥാപനി കടുവാ സങ്കേതം ഏത് സംസ്ഥാനത്താണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ജോഗ്രഫി പഠിക്കാനുണ്ട്. ജോഗ്രഫിക്കകത്ത് ഉൾപ്പെടുന്ന ഒരു മേഖല കൂടിയാണ് ഈ ടൈഗർ റിസർവ്സ് ഒക്കെ തന്നെ. സോ അതിൽ ഒന്ന് ശ്രദ്ധിക്കുക. കേന്ദ്ര വനപരിസ്ഥിതി വകുപ്പ് മന്ത്രി ആരാണ്? ഭൂപേന്ദർ യാദവ്. അദ്ദേഹമാണ് ഇന്ത്യയുടെ 57ാമത് കടുവാ സങ്കേതമായി രഥാപനിയെ പ്രഖ്യാപിച്ചത്. സോ ഈ രഥാപനി കടുവാ സങ്കേതം ഏത് സംസ്ഥാനത്താണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം മധ്യപ്രദേശ്. മധ്യപ്രദേശിലെ കടുവാ സങ്കേതമാണ് രഥാപനി. ഈ ഒരു കടുവാ സങ്കേതത്തോടു കൂടി തന്നെ നമ്മുടെ ടൈഗർ റിസർവ്സിന്റെ ടോട്ടൽ എണ്ണം 57 ആകും എന്നുള്ള കാര്യം ഓർക്കുക. സോ 57, നമ്മുടെ 57ാമത്തെ കടുവാ സങ്കേതമാണ് രത്നാപരി, മധ്യപ്രദേശ് സംസ്ഥാനത്തുള്ളതാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതൊരു ജസ്റ്റ് വായിച്ചു പോകുക എന്നതിനപ്പുറം നമുക്ക് ടൈഗർ റിസർവ്സിനെ പറ്റി കൂടുതലായിട്ട് നോക്കാം. ടൈഗർ റിസർവ്സ് നമുക്കറിയാം, ഇന്ത്യയുടെ ദേശീയ മൃഗമാണ് കടുവ അല്ലെ. നാഷണൽ ആനിമൽ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് കടുവ. കടുവയ്ക്ക് മുൻപ് സിംഹമായിരുന്നു നമ്മുടെ നാഷണൽ ആനിമൽ. അതിനുശേഷം കടുവയുടെ സംരക്ഷണം വളരെ വലിയൊരു കടുവയുടെ സംരക്ഷണത്തിൽ ഇന്ത്യ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് നമ്മൾ നമ്മുടെ ദേശീയ മൃഗമായിട്ട് കടുവയെ സെലക്ട് ചെയ്തത്. കടുവയ്ക്ക് മുൻപ് സിംഹമായിരുന്നു ദേശീയ മൃഗം, ശേഷം കടുവയായി. ഇപ്പോൾ നിലവിൽ നമ്മുടെ ദേശീയ മൃഗം എന്താണ്? കടുവയാണ്. ഈ കടുവ IUCNന്റെ റെഡ് ഡേറ്റ ബുക്ക് അനുസരിച്ച് എൻഡേഞ്ചേർഡ് കാറ്റഗറിയിൽ പെടുന്ന മൃഗമാണ്. നമ്മുടെ വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളിലാണ് ഈ റെഡ് ഡേറ്റ ബുക്കിൽ ഇടം പിടിക്കുന്നത്. അതിൽ പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ആ ക്ലാസിഫിക്കേഷനിൽ എൻഡേഞ്ചേർഡ് കാറ്റഗറിയിൽ പെടുന്ന ആനിമലാണ് കടുവ എന്നുള്ള കാര്യം ഓർക്കുക. എന്താണ് എൻഡേഞ്ചേർഡ് കാറ്റഗറിയുടെ പ്രത്യേകത? നമ്മൾ പ്രത്യേകമാം വിധം സംരക്ഷിച്ചില്ലെങ്കിൽ വംശനാശ ഭീഷണി നേരിടുവാൻ സാധ്യതയുള്ള മൃഗങ്ങളാണ് എൻഡേഞ്ചേർഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. വേണ്ട വിധം ശ്രദ്ധിച്ചില്ലെങ്കിൽ വംശനാശം സംഭവിക്കാൻ സാധ്യതയുള്ള മൃഗങ്ങളാണ് എൻഡേഞ്ചേർഡ് കാറ്റഗറിയിലുള്ളത്. കടുവ, ഇന്ത്യയുടെ ദേശീയ മൃഗമായിട്ടുള്ള കടുവ എൻഡേഞ്ചേർഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന മൃഗമാണെന്നുള്ള കാര്യം ഓർക്കുക. അതോടൊപ്പം തന്നെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 പ്രകാരം ഷെഡ്യൂൾ 1 കടുവയുടെ സ്ഥാനം. പ്രത്യേകമാം ശ്രദ്ധിക്കേണ്ട മൃഗങ്ങളുടെ കൂടുതൽ തന്നെയാണ് കടുവയുടെ സ്ഥാനം നമ്മുടെ ഇന്ത്യയിലെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 പ്രകാരം ഉള്ളതെന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഇന്ത്യ ഈസ് ഹോം ടു ഓവർ 70% ഓഫ് ദി വേൾഡ്സ് ടൈഗർ. ലോകത്തിലെ കടുവ പോപ്പുലേഷനിൽ 70% കടുവകളും എവിടാണ്? ഇന്ത്യയിലാണെന്നുള്ള കാര്യം ഓർക്കുക. ലോകത്തിലെ കടുവ പോപ്പുലേഷനിൽ 70% കടുവകളും ഇന്ത്യയിലാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. സോ കടുവയുടെ സംരക്ഷണം ഇന്ത്യ പ്രത്യേകമാം വിധം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെയാണ്
നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം നമ്മൾ സ്ഥാപിച്ചത്? എന്തിനു വേണ്ടി? പ്രോജക്റ്റ് ടൈഗറിന്റെ ഭാഗമായിട്ടാണ് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി നമ്മൾ സ്ഥാപിച്ചത്. ഈ അതോറിറ്റിയാണ് മാനേജസ് ദി ടൈഗർ റിസർവ്സ് ആസ് പാർട്ട് ഓഫ് ദി പ്രോജക്റ്റ് ടൈഗർ വിച്ച് വാസ് ലോഞ്ച്ഡ് ഇൻ 1973. 1973 നമ്മൾ ലോഞ്ച് ചെയ്ത പ്രോജക്റ്റ് ടൈഗർ, കടുവകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സ്കീമായിരുന്നു പ്രോജക്റ്റ് ടൈഗർ. അത് പ്രകാരമാണ് ടൈഗർ റിസർവ്സ് ഒക്കെ തന്നെ പ്രവർത്തനം ആരംഭിച്ചത്. ഈ ടൈഗർ റിസർവ്സിന്റെ പ്രവർത്തനങ്ങൾ മാനേജ് ചെയ്യുന്ന അതിൻ്റെ ഒരു അതോറിറ്റിയാണ് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ, NTCA, നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഈ ഒരു അതോറിറ്റിയുടെ, ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഹെഡായിട്ട് പ്രവർത്തിക്കുന്നത് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ കണ്ടത് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഭൂപേന്ദർ യാദവ് ആണ് 57ാമത് കടുവാ സങ്കേതമായിട്ട് രത്നാപ്പനിയെ ഡിക്ലെയർ ചെയ്തെന്നുള്ള കാര്യം കൂടി ഓർക്കുക. The first tiger reserve was set up in 1973 as Palmo Tiger Reserve in Jharkhand. So ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റിസർവ് എവിടെയായിരുന്നു? ജാർഖണ്ഡിലെ പാൽമോ ടൈഗർ റിസർവ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റിസർവ്. ഏത് കൊല്ലം? 1973, 1973 കാര്യം കൂടി ഓർക്കുക. ഇനി കേരളത്തിലോട്ട് വരുമ്പോൾ, കേരളത്തിൽ നമുക്ക് 2 ടൈഗർ റിസർവ്സ് ആണുള്ളത്. ഒന്ന് നമ്മുടെ പെരിയാറിലും, വേറൊന്ന് പറമ്പിക്കുളത്തും. സോ കേരളത്തിന് 2 ടൈഗർ റിസർവ്സ്, ഈ 57 ടൈഗർ റിസർവ്സിൽ കേരളത്തിന് 2 ടൈഗർ റിസർവ്സ് ആണുള്ളത്. ഒന്ന് നമ്മുടെ പറമ്പിക്കുളത്തും മറ്റൊന്ന് പെരിയാറിലുമാണെന്നുള്ള കാര്യം ഓർക്കുക. സോ ഇതാണ് പ്രധാനമായിട്ടും ടൈഗർ റിസർവ്സിനെ പറ്റി പഠിക്കേണ്ടത്. ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. കഴിഞ്ഞിടയ്ക്കൊക്കെ തന്നെ വന്യജീവി സങ്കേതങ്ങളെ പറ്റിയുള്ള ചോദ്യങ്ങൾ ഡിഗ്രി മെയിൻസിനൊക്കെ തന്നെ ചോദിച്ചിരുന്നു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ടൈഗർ റിസർവ്സും. ജോഗ്രഫിയിൽ, കേരളത്തിൻ്റെ ജോഗ്രഫിയിലാണെങ്കിലും ഇന്ത്യയുടെ ഫിസിക്കൽ ജോഗ്രഫിയിലാണെങ്കിലും ചോദിക്കുവാൻ സാധ്യതയുള്ള ഏരിയ ആണെന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. സിഗരറ്റ് ഉൾപ്പെടെയുള്ള പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങളിൽ അപകട മുന്നറിയിപ്പ് ഇനി ഏത് നിറത്തിൽ നൽകാനാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഉത്തരവിട്ടത്? സിഗരറ്റ് ഉൾപ്പെടെയുള്ള പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങളിൽ അപകട മുന്നറിയിപ്പ് ഇനി മുതൽ ഏത് നിറത്തിലാക്കണമെന്നാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ഉത്തരവിട്ടത്? ഓർത്തു വെക്കുക. എന്താണ്? ചുവന്ന പ്രതലത്തിൽ വെളുത്ത നിറത്തിലാകണം മുന്നറിയിപ്പ് ഇനി മുതൽ നൽകേണ്ടത്. എന്താണ് ഈ മുന്നറിയിപ്പ്? പുകയില ഉപയോഗം ആരോഗ്യത്തിന് ഹാനികരം, അല്ലെ? പുകവലി ആരോഗ്യത്തിന് ഹാനികരം. അപ്പോൾ ആ ഒരു മുന്നറിയിപ്പ് ചുവന്ന പ്രതലത്തിൽ വെളുത്ത നിറത്തിലാകണം എന്നുള്ളതാണ് പുതിയ നിർദ്ദേശം, ഗൈഡ് ലൈൻ എന്നുള്ള കാര്യം ശ്രദ്ധിക്കാം. ആരാണ് ഈ ഒരു ഗൈഡ് ലൈൻ ഇറക്കിയത്? കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് ഈ ഒരു ഗൈഡ് ലൈൻ ഇറക്കിയത്. സോ ഇനിയുള്ള മുന്നറിയിപ്പിന്റെ ഏത് നിറത്തിലാകണം? വെളുത്ത നിറത്തിലാകണം. ചുവന്ന പ്രതലത്തിൽ വെളുത്ത നിറത്തിലാകണം എന്നുള്ള കാര്യം കൂടി ഓർക്കുക. അടുത്ത പോയിന്റിലോട്ട് നോക്കാം. നമ്മുടെ ഭാരതീയർക്ക് ഏറെ അഭിമാനകരമായിട്ടുള്ള വാർത്തയാണ് നമുക്ക് ഈ ഫിലിം ഫ്രട്ടേണ്ടി എന്ന് കേൾക്കുവാൻ സാധിക്കുന്നത്. ന്യൂയോർക്ക് ഫിലിം ക്രിട്ടിക്സ് സർക്കിളിൽ മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ ഇന്ത്യൻ സിനിമ ഏതാണെന്നാണ് ചോദ്യം. ന്യൂയോർക്ക് ഫിലിം ക്രിട്ടിക്സ് സർക്കിളിൽ മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രം ഏതാണെന്നാണ് ചോദ്യം. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. നമുക്ക് 2024 പകുതി മുതൽ ഇന്നോളം നമുക്ക് അഭിമാനകരമായിട്ടുള്ള ഒരുപാട് പുരസ്കാരങ്ങൾ ഇന്ത്യയിലോട്ട് എത്തിച്ച ഒരു ചിത്രമാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. പായൽ കബാഡിയാണ് ചിത്രത്തിൻ്റെ സംവിധായിക. പായൽ കബാഡിയ ആണ് ചിത്രത്തിൻ്റെ സംവിധായിക എന്നോർക്കുക. മലയാളികളായിട്ടുള്ള കനിക്കുസൃതി, ദിവ്യപ്രഭ തുടങ്ങിയവരൊക്കെ തന്നെ ഈ ഒരു ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പ്രധാന കഥാപാത്രങ്ങളെ ഇവരാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. സോ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റിന് ന്യൂയോർക്ക് ഫിലിം ക്രിട്ടിക്സ് സർക്കിളിൽ മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ് ലഭിച്ചു എന്നുള്ള കാര്യം കൂടി ഓർക്കുക. അതോടൊപ്പം തന്നെ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് വോൺ ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ട്രോഫി അറ്റ് ദി ഗോതം അവാർഡ്സ് 2024. സോ 2024 ഗോതം അവാർഡ്സിലും ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ് നേടിയതും ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് തന്നെയാണ്. അതോടൊപ്പം തന്നെ കെയ്ൻസ് ഫിലിം ഫെസ്റ്റിവലിൽ
കെയ്ൻസ് ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് പ്രസ് അവാർഡും നേടിയത് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ആണെന്നുള്ള കാര്യം കൂടി ഓർക്കുക. സോ ഒരുപാട് അന്താരാഷ്ട്ര ബഹുമതികൾ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റിന് ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം IFFKയുടെ ഒരു പുരസ്കാരവും കൂടി ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റിന് കിട്ടിയിട്ടുണ്ട്. സോ ഒന്ന് ഓർത്ത് വെക്കുക, ഒരുപാട് പുരസ്കാരങ്ങൾ നേടി ഇങ്ങനെ ഇന്റർനാഷണൽ ഹെഡ്ലൈൻസ് ഒക്കെ നിറയുകയാണ് ഈ ഒരു ചിത്രം. അതുകൊണ്ട് തന്നെ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. പായൽ കപാഡിയാണ് സംവിധായിക. അടുത്ത ഇനി നമ്മൾ ഒരു ബഹിരാകാശത്തെ സംബന്ധിക്കുന്ന ഒരു വിവരമാണ് ഇനി നമ്മൾ നൽകാൻ പോകുന്നത്. നിങ്ങൾ ഒരുപക്ഷെ വാർത്തകളിൽ കണ്ടു കാണും. ഈ ആഴ്ച വിക്ഷേപിച്ച ISROയുടെ ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റാണ് പ്രോബ-3. 2024 ഡിസംബറിൽ ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച സൂര്യകിരണങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഇരട്ട ഉപഗ്രഹമാണ് പ്രോബ-3. സോ എന്തിനു വേണ്ടിയുള്ള ഒരു റോക്കറ്റ് ലോഞ്ച് ആയിരുന്നു ഇത്? സൂര്യകിരണങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഇരട്ട ഉപഗ്രഹങ്ങളെ വഹിച്ചുകൊണ്ടാണ് പ്രോബ-3 പോയതെന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക. എവിടെ വെച്ചായിരുന്നു? ശ്രീഹരിക്കോട്ടയിൽ നിന്നായിരുന്നു. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ വെച്ചായിരുന്നു റോക്കറ്റ് ലോഞ്ച്. അത് യൂറോപ്യൻ സ്പേസ് ഏജൻസിക്ക് വേണ്ടി ISROയുടെ PSLV റോക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് പ്രോബ-3യുടെ വിക്ഷേപണം നടന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. യൂറോപ്യൻ സ്പേസ് ഏജൻസിക്ക് വേണ്ടി ISROയുടെ PSLV റോക്കറ്റ് ഉപയോഗിച്ചാണ് പ്രോബ-3 വിക്ഷേപണം നടത്തിയത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എന്തിനു വേണ്ടിയുള്ളൊരു വിക്ഷേപണമായിരുന്നു പ്രോബ-3യുടേത്? സൂര്യകിരണങ്ങളെ ഉപയോഗിച്ച് സൂര്യകിരണങ്ങളെ പറ്റി പഠിക്കാനുള്ള ഒരു പ്രോജക്റ്റാണ് പ്രോബ-3 എന്നുള്ള കാര്യം കൂടി ഓർക്കുക. നമുക്ക് ഈ വാർത്ത കുറച്ച് വിശദമായിട്ട് തന്നെ കാണാം. യൂറോപ്യൻ സ്പേസ് ഏജൻസിക്ക് വേണ്ടിയുള്ള ISROയുടെ ഇന്ത്യൻ ബഹിരാകാശ ഏജൻസി ആയിട്ടുള്ള ISROയുടെ വാണിജ്യ ബഹിരാകാശ ദൗത്യമാണ് പ്രോബ-3. ഓക്കെ, യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിക്ക് വേണ്ടിയുള്ള ഇന്ത്യൻ ബഹിരാകാശ ഏജൻസി ആയിട്ടുള്ള ISROയുടെ വാണിജ്യ ബഹിരാകാശ ദൗത്യമാണ് പ്രോബ-3 എന്നുള്ള കാര്യം ഓർക്കുക. സോ നമ്മളിത് നമുക്ക് വേണ്ടിയുള്ളൊരു പഠനം ആയിരുന്നില്ല. ഇത് നമ്മുടെ റോക്കറ്റ് ഉപയോഗിച്ചിട്ട് ആരാണ് വിക്ഷേപണം നടത്തിയത്? യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പഠനത്തിന് വേണ്ടിയുള്ള വിക്ഷേപണമായിരുന്നു പ്രോബ-3 എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സ്റ്റേഷനിൽ നിന്നായിരുന്നു വിക്ഷേപണം. സൗരപരിവേഷണത്തിനായാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ 2 പേടകങ്ങളെ PSLV 59 ഒരേ സമയം ISRO വിക്ഷേപിച്ചത്. സോ സൂര്യനെ പറ്റി പഠിക്കാനുള്ള ഒരു പ്രോജക്റ്റാണിത്. ഇത് 2 പേടകങ്ങളെ, ഇരട്ട ഉപഗ്രഹങ്ങളെയാണ് ഒരേ സമയത്ത് ISRO വിക്ഷേപിച്ചെന്നുള്ള കാര്യം ഓർക്കുക. ഏതായിരുന്നു ISROയുടെ വിക്ഷേപണ വാഹനം? അത് നമ്മുടെ PSLV ആയിരുന്നു. PSLV C-59 എന്ന് പറയുന്ന ISROയുടെ റോക്കറ്റിലാണ് ഈ ഇരട്ട ഉപഗ്രഹങ്ങളെ ഒരേ സമയത്ത് ISRO വിക്ഷേപിച്ചെന്നുള്ള കാര്യം കൂടി ഓർക്കുക. കൊറോണോഗ്രാഫ്, ഒക്യുലേറ്റർ എന്നിങ്ങനെ 2 കൃത്രിമ ഉപഗ്രഹങ്ങളുമായിട്ടാണ് പ്രോബ കുതിച്ചത്. സോ കൊറോണോഗ്രാഫ്, ഒക്യുലേറ്റർ എന്നിങ്ങനെ 2 ഉപഗ്രഹങ്ങളുമായിട്ടാണ് പ്രോബ-3 വിക്ഷേപണം നടത്തിയത് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഇതിൽ ഇന്ത്യയുടെ റോൾ എന്താണ്? വിക്ഷേപണ വാഹനം അല്ലെങ്കിൽ ആ റോക്കറ്റ് ISRO ഡെവലപ്പ് ചെയ്തെടുത്ത PSLV 59 ആണെന്നുള്ള കാര്യം ഓർക്കുക. അതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് വേറൊരു രീതിയിൽ വേണമെങ്കിൽ ഈ ചോദ്യത്തെ നമുക്ക് നോക്കാൻ പറ്റും. കൃത്രിമമായ സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യന്റെ കൊറോണയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി രൂപകൽപ്പന ചെയ്ത യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പ്രോബ-3 ദൗത്യ പേടകം വഹിക്കുന്ന ISROയുടെ ലോഞ്ച് വെഹിക്കിൾ ഏതാണെന്ന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. സോ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോട്ട് ചെയ്യുക ഈ ഒറ്റ ക്വസ്റ്റ്യനിൽ നിന്ന്. എന്തിനു വേണ്ടിയാണ് പ്രോബ-3 ലോഞ്ച് ചെയ്തത്? കൃത്രിമമായ സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യന്റെ കൊറോണയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു പ്രോബ-3 രൂപകൽപ്പന ചെയ്തത്. ആരുടെയാണിത്? യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടേതാണ്. ഇനി ഈ ദൗത്യ പേടകത്തെ വഹിക്കുന്ന ISROയുടെ ലോഞ്ച് വെഹിക്കിൾ ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ അതാണ് നമ്മുടെ PSLV പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ C-59. PSLV C-59 ആണ് ഈ പ്രോബ-3 ദൗത്യത്തെ വഹിക്കുന്ന ISROയുടെ ലോഞ്ച് വെഹിക്കിൾ എന്നുള്ള കാര്യം ഓർക്കുക. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പ്രോബ-3യെ വഹിക്കുന്ന ISROയുടെ ലോഞ്ച് വെഹിക്കിൾ ആണ് PSLV C-59. എന്താണ് പ്രോബ-3യുടെ ലക്ഷ്യം? സൂര്യനെ പറ്റി പഠിക്കുവാൻ. കൃത്രിമമായ സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യന്റെ കൊറോണയെ പറ്റി പഠിക്കുന്നതിന് വേണ്ടിയുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൗത്യമാണ് പ്രോബ-3 എന്നുള്ള കാര്യം ഓർക്കുക. ഒരു വ്യത്യാസം മനസ്സിലാക്കണം. ഓക്കെ, സോ ഇതാണ് പ്രോബ-3യെ പറ്റിയും PSLV C-59 പറ്റിയുള്ള പ്രധാനപ്പെട്ട വാർത്ത. ഇനി
പുതിയ ക്രിമിനൽ നിയമങ്ങൾ 100% നടപ്പിലാക്കിയ രാജ്യത്തെ ആദ്യ ഭരണ പ്രദേശം ഏതാണ്? പുതിയ ക്രിമിനൽ ലോസ് 100% സമ്പൂർണ്ണമായി നടപ്പിലാക്കിയ രാജ്യത്തെ ആദ്യ ഭരണ പ്രദേശം ഏതാണെന്നാണ് ചോദ്യം. ചണ്ഡീഗഡ് ആണ്. നമുക്കറിയാം 2024 ജൂലൈ 1 മുതലാണ് രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച ചണ്ഡീഗഡിൽ നടന്ന ഒരു പൊതുപരിപാടിയിൽ വെച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ് ഈ ഒരു കാര്യം ഡിക്ലെയർ ചെയ്തത്. പുതിയ ക്രിമിനൽ നിയമങ്ങൾ 100% നടപ്പിലാക്കിയ ആദ്യ ഭരണപ്രദേശം എന്നൊരു ബഹുമതി ഇന്ത്യയിൽ ലഭിച്ചത് ആർക്കാണ്? ചണ്ഡീഗഡിനാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. സോ ന്യൂ ക്രിമിനൽ ലോസ് എന്നാണ് നിലവിൽ വന്നത്. 2024 ജൂലൈ 1 മുതലാണ് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത്. ഇനി ഏതൊക്കെയാണ് പുതിയ ക്രിമിനൽ നിയമങ്ങൾ? ഇന്ത്യൻ പീനൽ കോഡിന് പകരം വന്നതാണ് ഭാരതീയ ന്യായ സംഹിത BNS. IPCക്ക് പകരം എന്തു വന്നു? BNS വന്നു. ഇന്ത്യൻ പീനൽ കോഡിന് പകരം ഭാരതീയ ന്യായ സംഹിത വന്നു. കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ CRPCക്ക് പകരം എന്തു വന്നു? ഭാരതീയ നാഗരിക സുരക്ഷ സംഹിത BNSS നിലവിൽ വന്നു. CRPCക്ക് പകരം BNSS നിലവിൽ വന്നു. കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയറിന് പകരം ഭാരതീയ നാഗരിക സുരക്ഷ സംഹിത നിലവിൽ വന്നു. ഇനി ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരം വന്നതാണ് ഭാരതീയ സാക്ഷ്യ അധിനിയമം. ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരം നിലവിൽ വന്നതാണ് ഭാരതീയ സാക്ഷ്യ അധിനിയമം BSA എന്നുള്ള കാര്യം കൂടി ഓർക്കുക. സോ ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട 3 പുതിയ ക്രിമിനൽ ലോസ്. പഴയ ലോസിന് പകരം നിലവിൽ വന്നതാണ്. പ്രത്യേകമായി വിധം നോട്ട് ചെയ്ത് വെക്കുക, എക്സാമിന് ചോദിക്കാം. അടുത്ത പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ വാർത്ത. 2024 ലോക ഭിന്നശേഷി ദിനത്തിന്റെ പ്രമേയം എന്താണ്? 2024 ലോക ഭിന്നശേഷി ദിനത്തിന്റെ പ്രമേയം എന്താണ്? എന്നാണ് ലോക ഭിന്നശേഷി ദിനം ആചരിച്ചത്? അത് ഡിസംബർ 3 ലോക ഭിന്നശേഷി ദിനത്തിന്റെ പ്രമേയം എന്താണെന്നാണ് ചോദ്യം. ഡിസംബർ 3 ലോക ഭിന്നശേഷി ദിനം ആചരിച്ചതെന്നുള്ള കാര്യം കൂടി ഓർക്കുക. ആംപ്ലിഫൈങ് ദ ലീഡർഷിപ്പ് ഓഫ് ഡിസേബിൾഡ് പീപ്പിൾ ഫോർ ആൻ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഫ്യൂച്ചർ എന്നുള്ളതാണ് ഈ വർഷത്തെ ലോക ഭിന്നശേഷി ദിനത്തിന്റെ പ്രമേയം. ആംപ്ലിഫൈങ് ദ ലീഡർഷിപ്പ് ഓഫ് ഡിസേബിൾഡ് പീപ്പിൾ ഫോർ ആൻ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഫ്യൂച്ചർ. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സുസ്ഥിരമായിട്ടുള്ളൊരു ഭാവിക്ക് വേണ്ടി ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തെ കൂടുതലായിട്ട് പരിപോഷിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഈ വർഷത്തെ ലോക ഭിന്നശേഷി ദിനത്തിന്റെ പ്രമേയം എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ആംപ്ലിഫൈങ് ദ ലീഡർഷിപ്പ് ഓഫ് ഡിസേബിൾഡ് പീപ്പിൾ ഫോർ ആൻ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഫ്യൂച്ചർ. ദ ഇന്റർനാഷണൽ ഇയർ ഓഫ് ഡിസേബിൾഡ് പീപ്പിൾ എന്നാണ് ആചരിച്ചത്? 1981 കാര്യം ഓർക്കുക. 1981 ഐക്യരാഷ്ട്ര സംഘടന ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള അന്താരാഷ്ട്ര വർഷമായിട്ട് ആചരിച്ചത്. ഇന്റർനാഷണൽ ഇയർ ഓഫ് ഡിസേബിൾഡ് പീപ്പിൾ ഓർ പേഴ്സൺ എന്നാണ് നമ്മൾ ആചരിച്ചത് 1981 ആയിരുന്നു. 1981 എന്നുള്ള കാര്യം ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഈ അടുത്ത കാലങ്ങളിലായിട്ട് അന്താരാഷ്ട്ര വർഷങ്ങളും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾക്ക് എക്സാമിന് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി നമ്മുടെ 10ാമത്തെ ആനുകാലികമായിട്ടുള്ള ഒരു വാർത്ത. 2024 ലോക മണ്ണ് ദിനത്തിന്റെ ഡിസംബർ 5 ലോക മണ്ണ് ദിനം, വേൾഡ് സോയിൽ ഡേ. സോ ഈ സോയിൽ ഡേയുടെ പ്രമേയം എന്താണെന്നാണ് ചോദ്യം. കെയറിംഗ് ഫോർ സോയിൽ മെഷർ മോണിറ്റർ മാനേജ് എന്നുള്ളതാണ് 2024 ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം. കെയറിംഗ് ഫോർ സോയിൽ മെഷർ മോണിറ്റർ ആൻഡ് മാനേജ് എന്നുള്ളതാണ് 2024 ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം എന്നുള്ള കാര്യം ഓർക്കുക. മണ്ണിന് വേണ്ടി ഒരു ദിനം എന്ന ആശയം ആദ്യമായിട്ട് രൂപം കൊള്ളുന്നത് 2002 മണ്ണിന് വേണ്ടി ഒരു ദിനം എന്നുള്ള ആശയം ആദ്യമായിട്ട് രൂപം കൊള്ളുന്നത് എന്നാണ്? 2002 വർഷങ്ങൾക്ക് ശേഷം 2014 ഡിസംബർ 5 മുതലാണ് ഐക്യരാഷ്ട്ര സംഘടന ലോക മണ്ണ് ദിനം ആചരിച്ചു വരുന്നത്. സോ 2014 കൃത്യം 10 വർഷങ്ങൾക്ക് മുൻപാണ് നമ്മൾ ഡിസംബർ 5 വേൾഡ് സോയിൽ ഡേ ആയിട്ട് ആചരിക്കുവാൻ തുടങ്ങിയത്. 2014 ഡിസംബർ 5 വേൾഡ് സോയിൽ ഡേ ആയിട്ട് ആചരിക്കുവാൻ തുടങ്ങിയത്. മണ്ണിന് വേണ്ടി ഒരു ദിനം വേണമെന്നുള്ള ആവശ്യം ആദ്യമായിട്ട് ഉന്നയിക്കപ്പെട്ടത് 2002 അതിനുശേഷം 2014 ഡിസംബർ 5 മുതലാണ് ഡിസംബർ 5 നമ്മൾ എന്തായിട്ട് ലോക മണ്ണ് ദിനമായിട്ട് ആചരിക്കുവാൻ ആരംഭിച്ചത്. ഇന്റർനാഷണൽ ഇയർ ഓഫ് സോയിൽ ആയിട്ട് നമ്മൾ കണ്ട വർഷം ഏതാണ്? 2015 ഇന്റർനാഷണൽ ഇയർ ഓഫ് സോയിൽ ആയിട്ട് നമ്മൾ ആചരിച്ച വർഷം ഏതാണ്? 2015 കാര്യം കൂടി ഓർക്കുക. സോ ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം എന്താണ്?
കെയറിംഗ് ഫോർ സോയിൽ, മെഷർ, മോണിറ്റർ ആൻഡ് മാനേജ് എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഇത്തരം ചോദ്യങ്ങൾ റിപ്പീറ്റായിട്ട് എക്സാംസിന് ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ പ്രധാനപ്പെട്ട 10 വാർത്തകൾ നമ്മൾ കണ്ടു. ആ വാർത്തയോടൊപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം ഇൻഫർമേഷനും നമ്മൾ കണ്ടു. നിങ്ങളുടെ ഡിഗ്രി പ്രിലിംസ് എക്സാമിൽ ഈ ഒരു രീതിയിൽ കറണ്ട് അഫയേഴ്സിന് നിങ്ങൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും കറണ്ട് അഫയേഴ്സിനും മറ്റ് സ്റ്റാറ്റിക് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷ വെക്കുന്നത്. നിങ്ങളുടെ ഡിഗ്രി പ്രിലിംസ് എക്സാം തയ്യാറെടുപ്പിൽ PSC ടോക്സിന്റെ സേവനം നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഞങ്ങളുടെ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. കൂടുതൽ വാർത്തകൾ നമ്മൾ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓൺലൈൻ ക്ലാസ്സിന് താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരുടെ കൃത്യമായിട്ടുള്ള ഗൈഡൻസും മെന്ററിങ്ങും നിങ്ങൾക്ക് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ വാർത്തകളായിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. താങ്ക്